കൽപ്പനെ, എന്തിനാ ചെറിയമ്മേ? ആരെങ്കിലും കണ്ടാലോ? എനിക്ക് പോവാനൊരു ഇടമില്ല. ചന്ദ്രന്റെ ബന്ധുക്കളുടെ വീട്ടിലെല്ലാം പോയി. കൊലപാതകം ചെയ്ത് ജയിലിൽ കിടക്കുന്ന ആളിന്റെ ഭാര്യയെ ഒരിടത്തെങ്കിലും നിക്കാൻ സമ്മതിക്കോ? ഇത്ര നാള് സന്തോഷത്തോടെ പെരുമാറിയിരുന്ന ആൾക്കാരൊക്കെ എന്നെ ആട്ടി പായിക്കാൻ തുടങ്ങി. ഇവിടെ രാജകീയമായി കഴിഞ്ഞിരുന്നതാ ഞാൻ. അതെല്ലാം പോയി. നിനക്ക് കുഴപ്പമൊന്നും പറ്റില്ലല്ലോ? ഞാൻ ഇതിനകത്ത് നിൽക്കുന്നുണ്ടെങ്കിലും സന്തോഷത്തോടെയൊന്നും അല്ല. വെറുക്കപ്പെട്ടവളായിട്ട് തന്നെയാ എല്ലാരും എന്നെ കാണുന്നത്. കൽപ്പനെ, സത്യം പറയാലോ, എനിക്ക് വിശന്നിട്ട് വയ്യ. ബന്ധുക്കളുടെ വീട്ടിൽ നിന്നൊന്നും ഒന്നും കഴിച്ചില്ല. കയ്യിലാണെങ്കിൽ പൈസയും ഇല്ല. അയ്യോ ചെറിയമ്മ, എന്റെ മോനാണെങ്കിൽ അവന്റെ കാര്യം നോക്കാൻ പോലും പൈസ ഇല്ല. അങ്ങനെയുള്ളവൻ എങ്ങനെ എന്നെ ചുവന്നോട് നടക്കുന്നേ? എനിക്ക് എന്തെങ്കിലും തിന്നെന്താ കൽപ്പന? വിശക്കുന്നു. ദീദി, പതുക്കെ കഴിക്ക് ചെറിയല്ലേ. അയ്യോ, ഈ ചോറും കറിക്കൊക്കെ എത്ര സ്വാദുണ്ടെന്ന് ഞാൻ ഇപ്പോഴാ കൽപ്പനയെ മനസ്സിലാക്കുന്നത്. കഴിച്ചു കഴിച്ചു. എനിക്ക് വേറൊരിടത്തും പോകാൻ വഴിയില്ല കൽപ്പന. ഞാൻ എവിടെ കിടന്നെന്ന് ഉറങ്ങുന്ന? ചെറിയമ്മയ്ക്ക് ഇതുപോലെ ഭക്ഷണം തരാനൊക്കെ ഞാൻ തയ്യാറാ. പക്ഷേ നീ ഒരു കാര്യം ചെയ്, നമ്മുടെ ഔട്ട് ഹൗസിന്റെ ചാവിയും എടുത്തോണ്ടാ. അവിടേക്ക് ഇങ്ങനെ ആരും വരില്ലല്ലോ. ഞാൻ അതിനകത്തൊരു അനക്കം ഉണ്ടാക്കാതെ കിടന്നോളാം. അങ്ങനെ ഒരു ദോഷ സമയമാ രാധികയുടെയും വരുണിന്റെയും മുമ്പിൽ നിൽക്കുന്നത്. ആ സമയം ഉപയോഗിക്കാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നത് ആരെയാ? എന്നെയും നിന്നെയും. മോള് ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കോ. എന്നിട്ടേ നാളെ രാവിലെ എഴുന്നേറ്റ് മുത്തശ്ശി പറഞ്ഞ കാര്യം അതുപോലെ അങ്ങ് ചെയ്താ മതി. എനിക്ക് കുറച്ച് പേടിയുണ്ട്. ഞാൻ എന്താടി കേൾക്കുന്നേ? എന്റെ കൊച്ചുമോക്ക് പേടിയോ? എടി, പേടിക്കാനുള്ളവര് ലോകത്ത് ഒരുപാട് പേരുണ്ട്. അവര് പേടിച്ചോട്ടെ. പക്ഷേ നീയോ ഞാനോ പേടിക്കാൻ പാടില്ല. കിടന്നുറങ്ങുമോളെ. സുകുമാരി ഇത്രയും കാലം കണ്ണിൽ എണ്ണ ഒഴിച്ച് പ്രാർത്ഥിച്ചതും നീ ഇത്രയും കാലം കിടന്ന് അനുഭവിച്ചതും ഒക്കെ നമ്മൾ തീർക്കാൻ പോവാ. എന്നേക്കുമായിട്ട് തീർക്കാൻ പോവാ.